ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, നല്ല പഞ്ഞിക്കെട്ട് പോലത്തൊരു കേക്കാണ്. അതുപോലെ തന്നെ ഇതിന് ബീറ്ററോ ഓവനോ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ബൂസ്റ്റ് കേക്കാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. മൈദ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഏത് പാത്രത്തിലാണോ അളവ് പാത്രമായിട്ട് എടുക്കുന്നത് ആ പാത്രത്തിലേക്ക് നമ്മൾ ഒരുപാട് മൈദ കുത്തി നിറച്ചിട്ട് കൊടുക്കരുത്. ഇങ്ങനെ വടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. മൈദയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒന്നില്ലെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ 1 പ്രാവശ്യം അരിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ 3 പ്രാവശ്യം അരിക്കുന്നതോ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുക്കാം കേട്ടോ, വെള്ളമൊന്നും ഇല്ലാത്ത. അതിലേക്ക് 1/2 കപ്പ് എടുത്തിട്ടില്ല. 1/2 കപ്പിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറവാണ്. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മുഴുവനായിട്ടും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് മുട്ടയാണ്. 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 5 രൂപയുടെ 2 പാക്കറ്റ് ബൂസ്റ്റിൻ്റെ പൗഡറാണ് എടുക്കുന്നത്. അത് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീറ്ററും ഓവനും ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല പഞ്ഞി പോലത്തെ ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സഹായിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബൂസ്റ്റിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തിളപ്പിക്കുകയൊന്നും വേണ്ട, സാധാരണ ഫ്രിഡ്ജിലുള്ള പാലാണ് ചേർത്തിട്ടുള്ളത്. 1/4 കപ്പ് ഓയിലും കൂടി ചേർക്കുക, സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ആദ്യം ഒരു ലോ സ്പീഡിലും പിന്നീട് ഹൈ സ്പീഡിലും ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. ഏകദേശം 1 മിനിറ്റ് 1.5 മിനിറ്റിൻ്റെ അടുത്ത് അടിച്ചെടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒരു ക്ലീനായ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ അരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇതിൽ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു വിസ്ക് കൊണ്ട് പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഇട്ടങ്ങോട്ട് കുത്തി ഇളക്കരുത് കേട്ടോ. പതുക്കെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. അതെ, ഇതിങ്ങനെ ഒന്ന് പതുക്കെ വിസ്ക് ഒന്നിങ്ങനെ കറക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് മിക്സായി കിട്ടും. ഞാൻ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മാവിലേക്ക് ഈ ബാറ്ററിലേക്ക് മൈദ അങ്ങോട്ട് മിക്സായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ 2 പ്രാവശ്യമായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്യാൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഓവൻ സെറ്റ് പൗഡർ റെഡിയാക്കി വെക്കണം കേട്ടോ. ഞാനൊരു പാത്രം ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതേപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സായി കിട്ടിക്കോളൂ കേട്ടോ. ഇത് ബാറ്റർ ഒരുപാടിട്ട് കുത്തി തിരിച്ച് കറക്കരുത്. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് വല്ലാതെ പൊങ്ങി കിട്ടുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ അതിൻ്റെ ആ ഒരു നല്ല സോഫ്റ്റ് ആക്കരം മുട്ട ഇങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിയിൽ, അപ്പോൾ ആ ഒരു സോഫ്റ്റ് പോകും. നമ്മൾ ഒരുപാട് നേരെ ഇട്ട് കുത്തി ഇളക്കിയാൽ ഇങ്ങനെ മതി. ഇനിയിപ്പോൾ ഈ ഇതിൻ്റെ സൈഡിലൊക്കെ ഉള്ളതൊന്ന് വടിച്ച് നേരെയാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്പാച്ചില ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്പാച്ചില കയ്യിലില്ലെങ്കിൽ ഇതിന് വരെ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മരക്കൈയിലില്ലേ പരുന്നത്, അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്പാച്ചില എൻ്റെ അടുത്തുള്ളത് കൊണ്ട് ഇതെടുത്തതെന്ന് മാത്രം. എന്നിട്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. വല്ല കട്ടകളൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. കുഴപ്പമൊന്നുമില്ല, നല്ല മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെ, ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ നമ്മൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് ആ പാത്രം അല്പം ഓയിൽ തേച്ച് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ബട്ടർ പേപ്പർ കയ്യിലില്ലെങ്കിൽ ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് അല്പം മൈദ ഒന്ന് ഇട്ട് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സ്ക്വയർ കൊണ്ട് ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് ഒട്ടും എയർ ബബിൾസ് ഉണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെയൊന്ന് റെഡിയാക്കി കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മെല്ലെ സ്പീഡ് കുറച്ചിട്ട് ഇളക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് എയർ ബബിൾസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി, കുറേ സമയം ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്രീ ഹീറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇറക്കി കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എനിക്കൊരു 35 മിനിറ്റാണ് ഇത് കുക്കിംഗ് ടൈം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കുക്കായി എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം നന്നായിട്ട് ഇത് കുക്കായിട്ടുണ്ട്. നല്ല മണം വരും കേക്കിൻ്റെ.
കേക്ക് ആയതിൻ്റെ നല്ല മണം വരും. ആ മണം വരുന്ന സമയത്തൊന്ന് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. എനിക്ക് 35 മിനിറ്റ് കൊണ്ടാണ് എനിക്ക് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുള്ളത്. ഒരുവിധം ചൂടാറിയതിന് ശേഷം ഞാനിത് പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ ബൂസ്റ്റിൻ്റെ പൊടിയൊക്കെ സാധാരണ എല്ലാവരും വീട്ടിലുണ്ടാവും അല്ലേ. മൈദ ഉണ്ടാകും, മുട്ട ഉണ്ടാകും, പാല്, ഓയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് ബീറ്ററും വേണ്ട, ഓവനും വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ സാധാരണ ഏത് പാത്രത്തിലാണ് ഇപ്പോൾ കൂട്ടാനൊക്കെ ഒന്ന് വെക്കുന്ന പാത്രമാണ് ഓവൻ സെറ്റപ്പിനായിട്ട് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നന്നായിട്ടൊന്ന് കേക്ക് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഇത് അരിവിൻ്റെ മണം അങ്ങനെയൊന്നും ഉണ്ടാവരുത്. അപ്പോൾ ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് കുക്കറിലും വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതേ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല സോഫ്റ്റാണ് കണ്ടോ. കത്തിങ്ങനെ പതുക്കെ വെക്കുമ്പോൾ തന്നെ ഇറങ്ങി പോകുന്നുണ്ട്. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ഒരുപാട് കൂട്ടുകാർ ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ വീഡിയോസ് കാണുന്ന അതുപോലെ തന്നെ നമ്മൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെയും എല്ലാ നല്ല ആഗ്രഹങ്ങളും അള്ളാഹു സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇത് കണ്ടോ മുറിച്ച് കാണിക്കാം. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നമ്മൾ ആ സ്ക്യൂർ കൊണ്ട് ഇങ്ങനെ ഇളക്കിയത് കൊണ്ട് ഒരല്പം പോലും എയർ ബൗൾസ് ഇല്ല. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ്